നമ്മൾ പ്ലാൻ ചെയ്തത് ആഭരണങ്ങളൊക്കെ പുറത്തേക്ക് അയച്ചത് വളരെ നല്ല കാര്യം തന്നെയാ. ആ ആഭരണങ്ങൾ തിരികെ ഇവിടെ എത്തുന്നതിന് മുമ്പ് നിന്റെ ഏട്ടൻ ഇവിടെ കിടന്ന് അപമാനിക്കപ്പെടും. എന്ത് ചെയ്യാൻ പോവാ? ഞങ്ങളുടെ മാഡം അതൊന്നും അങ്ങനെ പറയില്ല, എല്ലാം ചെയ്ത് കാണിക്കും. നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഓക്കെയാണ്. ഞങ്ങളെ അമേരിക്കയിൽ പോകാൻ സഹായിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചതല്ലേ, പിന്നെ നിങ്ങളുടെ ആവശ്യം എങ്ങനെയാ ഞാൻ ചെയ്യാതിരിക്കുന്നത്? ഉറപ്പായിട്ടും അമേരിക്കയിൽ പോകാൻ ഞാൻ നിങ്ങളെ സഹായിച്ചിരിക്കും. നാളെ തന്നെ പോകാൻ പറ്റുമോ? എന്റെ മാഡം ഒരു വാക്ക് തന്നാ അതൊരിക്കലും തെറ്റിക്കില്ല. നിങ്ങൾ വിഷമിക്കാതിരിക്കേ, ഇതോടെ നിങ്ങളുടെ ജോലി കഴിഞ്ഞു. അപ്പോ മറ്റന്നാ ഈ സമയത്ത് നമ്മൾ അമേരിക്കയിലായിരിക്കോ? ആയിരിക്കുമെന്നേ. അവിടെ പോയിട്ട് നിങ്ങൾ ഞങ്ങളെ വീഡിയോ കോൾ ചെയ്യണം. താങ്ക് യു മാഡം, നിങ്ങൾ ചെയ്ത ഉപകാരം ഒരിക്കലും മറക്കില്ല. പോയിക്കോളൂ. നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് കണ്ട അവരൊക്കെ ചിലപ്പോ സംശയിച്ചേക്കും. ഓക്കെ, വാ അഖിൽ. ഇപ്പൊ മാഡം എന്താ ചെയ്യാൻ പോകുന്നേ? അബിയും ബസുവിനെ അപമാനിക്കാൻ പോവാണ്. ആ ബാഗിലുള്ളത് പണത്തിന്റെ കെട്ടൊന്നുമല്ല, വെറും വൈറ്റ് പേപ്പേഴ്സ് ആണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് എല്ലാവരുടെ മുന്നിൽ അവരെ തലകുനിപ്പിക്കാൻ പോവുക. വാ പോവാം. ഈ നെക്ലസ് ഒന്ന് ബില്ല് ചെയ്തേക്കോ. ഹലോ മാനേജർ. എന്താ മാഡം? നെക്ലസ് ബില്ലിനും കൊടുത്തിട്ടുണ്ട്. താങ്ക് യു മാഡം. നോട്ടായതുകൊണ്ടല്ലേ മിഷൻ കണക്കെടുക്കുന്നേ? വെള്ള പേപ്പർ ആണെങ്കിൽ എങ്ങനെയാ കണക്കെടുക്കുന്നേ? എന്താ വെള്ളക്കടല? മാനേജർ സർ, ഇവരുടെ കൂടെ വന്നിട്ടുള്ളവരൊക്കെ ആഭരണങ്ങളൊക്കെ വാങ്ങിയോ? എന്നിട്ട് ബില്ലൊക്കെ പേ ചെയ്തോ? ഇല്ല മാഡം, ആഭരണങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന ശേഷം പണം തരാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കുറച്ച് അധികം വിശ്വാസമുള്ളത് പോലെ ഉണ്ടല്ലോ. എന്താ അങ്ങനെ പറയുന്നു മാഡം? ഇത്രയ്ക്ക് കോസ്റ്റ്ലി ആഭരണങ്ങളല്ലേ ഇങ്ങനെ ഒരു എംപ്ലോയിയുടെ കയ്യിലാണ് കൊടുത്തുവിടുന്നത്? അത് അവർ വിശ്വാസമുള്ളവരാണ് മാഡം. ഈ കാലത്ത് അങ്ങനെ ആരെയും വിശ്വസിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ ആഭരണങ്ങൾ വാങ്ങുന്നത് റോഡിൽ ഇഡലിയൊക്കെ വിൽക്കുന്നവരാ. അങ്ങനെയുള്ള ഒരാളെ വിശ്വസിച്ചാ നിങ്ങളിപ്പോ ഈ ആഭരണങ്ങളൊക്കെ കൊടുത്തുവിട്ടിരിക്കുന്നത്. കൊണ്ടുപോയ ആഭരണങ്ങളൊക്കെ തിരികെ വന്നില്ലെങ്കിൽ നിങ്ങളുടെ ജോലിയും പോവും, ജയിലിലും ആവും. ആഭരണങ്ങൾ കൊണ്ടുപോയ സുരേഷ് ഫോൺ എടുക്കുന്നേ ഇല്ലല്ലോ. എന്ത് ചെയ്യുക ഇവൻ? ചിലപ്പോ അവൻ മനഃപൂർവ്വം നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാവും. നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യും. അവരോട് ഇപ്പൊ തന്നെ പണം അടയ്ക്കാൻ പറഞ്ഞേക്ക്. ആഭരണം നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. വർമ്മ സാറിന് ആഭരണങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരത് വാങ്ങിക്കില്ല മാഡം. നിങ്ങളുടെ സമയം നല്ലതാണെങ്കിൽ ആഭരണം കൊണ്ടുപോയാൽ അത് തിരിച്ചു കൊണ്ടുവന്നേക്കാം. അപ്പൊ അവർക്ക് പൈസ തിരിച്ചു കൊടുത്തേക്ക്. അല്ല മാഡം, മുൻപേ തന്നെ ബില്ല് കെട്ടാൻ പറഞ്ഞാ അവരെന്ത് വിചാരിക്കും? എല്ലാം ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ടോ? നിങ്ങളൊന്ന് മാനേജ് ചെയ്തേക്ക്. ശരി മാഡം. അതെ, എന്റെ മാലയും മോതിരോ? നിങ്ങളൊന്ന് ചുമ്മാ ഇരുന്നേ. എനിക്ക് അർജന്റായിട്ട് പണം കെട്ടിവെക്കണം. അതിനിടയ്ക്കാണ് ചെയിനിന്റെ കാര്യം. തെമ്മാടി നശിച്ചു പോടാ.
സാർ, നിങ്ങളെ ഒരുപാട് നേരമായി കടയിൽ തന്നെ നിർത്തിയിരിക്കുക. ഞങ്ങളുടെ സുരേഷ് ആഭരണങ്ങൾ കൊണ്ടുവരുന്നതിന് മുമ്പ് സാറ് പണം അടയ്ക്കുമോ? ഷുവർ. ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് പറയാം. ആഭരണങ്ങളും തുണിയെല്ലാം കൂടി 16,40,000 ആയി സാർ. 16,40,000 കുറച്ച് ഡിസ്കൗണ്ട് തന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. $16,20,000 സാർ. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒരു റൗണ്ട് ഫിഗർ ആക്കി 16 lakhs പോരെ പ്ലീസ്. 16 lakhs തന്നാ മതി സാർ. താങ്ക് യു സർ. ക്യാഷോ കാർഡാണോ സാർ? കാർഡല്ല, ക്യാഷാ. ഇവരിപ്പ പെടും, നീ കണ്ടോ? എനിക്ക് നെഞ്ച് പൊട്ടുന്നത് പോലെ തോന്നാ. ആ ആന്റി ടെൻഷൻ ആവണ്ട, സമാധാനായിട്ടിരിക്കെ. രണ്ടുപേരൊന്ന് വായ അടച്ചു വെക്കുന്നുണ്ടോ? വസുന്ധര, ക്യാഷിങ് എടുത്തോളൂ. വെച്ചതാണല്ലോ, പിന്നെ എങ്ങനെ ഏട്ടാ ഇത് സംഭവിച്ച്? എന്താ സാർ ഇത്? അല്ല, എടുത്ത് ഇത് മുഴുവൻ വൈറ്റ് പേപ്പേഴ്സ് ആണല്ലോ. വീട്ടിൽ നിന്ന് പണം തന്നെയല്ലേ കൊണ്ടുവന്നത്? ഞാൻ പണം തന്നെ കൊണ്ടുവന്നേ. വരുമ്പോ പണമുള്ള ബാഗാണോ കൊണ്ടുവന്നത് അതോ മറ്റെന്തെങ്കിലും ആണോ? പണം ഇരുന്ന ബാഗ് തന്നെയാ കൊണ്ടുവന്നേ. കാശ് കൊണ്ടുവന്നെങ്കിൽ പിന്നെ അതെങ്ങനെ വെള്ള പേപ്പറായി മാറുന്നേ? അത് എനിക്കും ഒന്നും മനസ്സിലാകാത്തെ. എന്താ ചെറിയ ഇത്? അത്രയും കാശ് എങ്ങനെ വൈറ്റ് പേപ്പേഴ്സ് ആയി മാറിയത്? എനിക്ക് പേടിയാവുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എങ്ങനെ നോക്കുമെന്നാണ് അഭിറാം? വെറും വൈറ്റ് പേപ്പേഴ്സ് പെട്ടിയിൽ വെച്ചിട്ട് ഡ്രസ്സുകളും ആഭരണമൊക്കെ വാങ്ങി ആഭരണങ്ങളൊക്കെ നൈസായിട്ട് വീട്ടിലും എത്തിച്ച് കടക്കാരെ പറ്റിക്കാന്ന് പ്ലാൻ ചെയ്യുമായിരുന്നല്ലേ? വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ഞങ്ങൾ ആരും പറ്റിക്കാൻ വേണ്ടിയല്ല ഇങ്ങോട്ടേക്ക് വന്നത്. അതല്ല, പണം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ മോളിലേക്ക് വന്നത്? മാത്രമല്ല, ഇത്രയും ക്യാഷ് നിങ്ങൾക്ക് എവിടുന്ന? റോഡിൽ ഇഡലി വെക്കുന്ന നിങ്ങളുടെ കയ്യിൽ ഇത്രയും ക്യാഷ് എവിടുന്ന വന്നത്? മൈൻഡ് യുവർ ലാംഗ്വേജ്. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ക്ലിയർ ഔട്ട്. ഇംഗ്ലീഷിൽ ഇങ്ങനെ ചറ പറന്ന് സംസാരിച്ചു എന്ന് വെച്ച് വൈറ്റ് പേപ്പേഴ്സ് കറൻസി നോട്ടായിട്ട് മാറൂല അഭിറാം. കൈ ക്യാഷ് ഇല്ലാതെ വന്നിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനവും വാങ്ങി നന്നായിട്ട് ടൈം പാസ് ചെയ്തു. AC മോളിനെ എൻജോയ് ചെയ്തു. അതിനായിരുന്നോ? മണ്ടത്തരം പറയാതിരിക്കുക. ആവശ്യമില്ലാതെ ഓരോന്നും സംസാരിക്കരുത്. അതെന്താ, എല്ലാവരുടെ മുന്നിൽ നിന്റെ മാനം പോകുന്നു പേടിച്ചിട്ടാണോ? ഇപ്പൊ നിനക്ക് വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. വാങ്ങിച്ച ആഭരണങ്ങളും ഡ്രസ്സുകളും എല്ലാം ഇവിടെ വെച്ചിട്ട് മര്യാദയ്ക്ക് വീട്ടിലേക്ക് വെക്കോ. വേണമെങ്കിൽ പറഞ്ഞാ മതി, ആ ബില്ല് ഞാനങ്ങ് പേ ചെയ്തേക്കാം. ഭിക്ഷ തന്നതാണെന്ന് വിചാരിച്ചോളാം. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. മാനേജർ സർ, എവിടെയോ എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. തെറ്റ് സംഭവിച്ചെന്നോ? അതോ പ്ലാനാണോ മിസ്റ്റർ അഭിറാം? എന്ത് പ്ലാൻ? വലിയൊരു ബിസിനസ്മാന് നിങ്ങൾ ബന്ധുക്കളാകാൻ പോകുന്നു.
നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ പറയാൻ? ആഭരണങ്ങൾ പുറത്തു കൊണ്ടുപോയിട്ട് ബില്ല് കെട്ടാൻ പറയുമ്പോ വെള്ള കടലാസാണോ ഞങ്ങൾക്ക് തരുന്നേ? ഞങ്ങളുടെ ആഭരണങ്ങൾ എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? നിങ്ങൾ എന്തൊക്കെയാ സംസാരിക്കുന്നത്? ആഭരണം പുറത്തേക്ക് കൊണ്ടുപോയത് നിങ്ങളുടെ കടയിലെ സ്റ്റാഫല്ലേ? വേണമെങ്കിൽ അവരെ ഫോൺ ചെയ്ത് ചോദിക്കുക. ആർക്കറിയാം മാഡം, കടയിലെ പയ്യൻ നിങ്ങളുടെ കൂടെ കൂടിയാന്തോ അതോ ആഭരണങ്ങളുമായി ഓടിപ്പോയോ? കടയിലെ പയ്യൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ആരും ഈ കട വിട്ട് പോകരുത്. ചിലപ്പോ വേണ്ടി വന്നാ പോലീസ് കംപ്ലൈന്റ് വരെ ഞാൻ കൊടുക്കും. കൊടുക്കും. ഞങ്ങൾ കാശുമായിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വെച്ച് അത് കാണാതായത്. അപ്പോ ഞങ്ങളെയാണോ നിങ്ങൾ സംശയിക്കുന്നത്? നിങ്ങൾ ഇപ്പൊ ഞങ്ങളെ സംശയിച്ചോണ്ടിരിക്കുകയല്ലേ? ഞങ്ങളുടെ മോള് കാവ്യ ആ ബാഗുമായിട്ട് ഫസ്റ്റ് ആ സാരി സെക്ഷനിൽ വെച്ചിട്ടാ വാഷ്റൂമിലേക്ക് പോയത്. അപ്പോഴാ നിങ്ങളെ ആൾക്കാർ ആ പണം മാറ്റിയത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ CCTV ക്യാമറ ഫുട്ടേജ് ഞാൻ കാണിച്ചു തരാം. ആ ദേ കണ്ടോളൂ, കണ്ടോളൂ, നോക്കൂ സാറേ. ആ ഫോൺ ഇങ്ങോട്ട് തന്നേ സാറേ, തന്നേ. കണ്ടില്ലേ, നിങ്ങളുടെ ഭാര്യ ആ ബാഗ് അവിടെ വെച്ചിട്ട് പോയത് മുതൽ വീണ്ടും നിങ്ങളുടെ ഭാര്യ ആ ബാഗ് എടുക്കുന്നത് വരെ ഞങ്ങളുടെ ആൾക്കാരും ആ ഭാഗത്ത് പോയിട്ടില്ല. ഞങ്ങളുടെ ഈ മാളിലെ ഒരു ഗുലുമാലം നടന്നിട്ടില്ല. നിങ്ങൾ ആ പണമെന്ന് കരുതി വൈറ്റ് പേപ്പർ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇപ്പൊ എന്താ പറയാൻ പോകുന്ന പറഞ്ഞേ? വേറെ എന്ത് പറയാനാ? മനഃപൂർവ്വം പറ്റിച്ചതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആഭരണങ്ങൾ തിരിച്ചെത്തുന്നത് വരെ പുറത്തും പോകാൻ പറ്റില്ല. എന്തൊക്കെയായാലും നല്ലത് പോലീസിനെ വിളിക്കുന്നത് തന്നെയാ. അപ്പൊ വാ തുറന്ന് പറയും സത്യം എന്താണെന്ന്. ഒരു 10 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാം. അതിനുള്ളിൽ ഞങ്ങളുടെ ആഭരണം കൊണ്ടുപോയ ആൾ തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. സർ പ്ലീസ് മൈൻഡ് യുവർ ലാംഗ്വേജ്. ചെറിയമ്മ എന്താ ഇതൊക്കെ? നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട മോളെ, ഒന്നും സംഭവിക്കില്ല. വസുന്ധര ഒരു മിനിറ്റ്. എവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു വസുന്ധര. അതായിട്ട് എനിക്ക് മനസ്സിലാവാത്ത. ആഭരണം വന്ന ഉടൻ തന്നെ സെലക്ട് ചെയ്തെല്ലാം തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. വേണ്ടേട്ടാ, ഇവിടെ നടന്നത് ചെക്കന്റെ വീട്ടുകാർ അറിഞ്ഞാ നമ്മുടെ മാനം പോവും. നമ്മൾ വാങ്ങിയ സാധനങ്ങളുമായി തന്നെ തിരിച്ചു പോണം. അല്ലെങ്കിൽ നമ്മൾ പറ്റിച്ചെന്ന് പറഞ്ഞ് അവർ കുറ്റപ്പെടുത്തും. എടോ, കയ്യിലെ കാശില്ലല്ലോ. എന്റെ അറിവില് വീട്ടിൽ വെച്ച് തന്നെ എന്തോ തെറ്റ് സംഭവിച്ചു. ഞാൻ വീട്ടിൽ പോയി ചെക്ക് ചെയ്തിട്ട് വരാം. നിങ്ങളൊക്കെ ഇവിടെ നിൽക്ക്. വസുന്ധര. മാനേജർ സർ, എന്റെ കുടുംബക്കാരെല്ലാവരും ഇവിടെ ഉണ്ടാവും. ഞാൻ മാത്രം ഒന്ന് വീട്ടിലേക്ക് പോയിട്ട് 1 മണിക്കൂറിനകം തിരിച്ചെത്താം. തിരിച്ചു വരുമോ അതോ ആ വഴിക്ക് തന്നെ ആഭരണമായിട്ട് പോവോ? ആ ആഭരണങ്ങളെക്കാൾ വിലമതിക്കുന്ന ആൾക്കാരെ വിട്ടിട്ടാ ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് പോകുന്നത്. അത് ഓർത്ത് വെച്ചിട്ട് സംസാരിക്കാൻ നോക്ക്. മോളെ കാവ്യ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ശരി ചെറിയമ്മ. 1 മണിക്കൂറിനകം ഞാൻ തിരിച്ചെത്താം. പോട്ടെ മോളെ, പോയിട്ട് വരാട്ടാ. സൂക്ഷിച്ചു പോണം. ബോംബ് പൊട്ടിയിടി, നമ്മുടെ പ്ലാൻ സക്സസ് ആയി. അതെ ആന്റി, നമ്മൾ അമേരിക്കയിലേക്ക് പോകുന്നത് കൺഫേം. നാളെ ഈ സമയത്ത് നമ്മൾ അമേരിക്കയിലായിരിക്കും. നമ്മുടെ സ്വപ്നം ഇത്ര പെട്ടെന്ന് നിറവേറുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അഖിൽ, give me a hug. സോറി, പബ്ലിക് പ്ലേസ് അല്ലേ? give me a high five. എന്താണ് ഇത്ര ആലോചന? സന്തോഷിക്കേണ്ട ഈ സമയത്ത് നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ. വസ്തു എടുത്ത് വീട്ടിലേക്ക് പോയില്ലേ ഇളയമ്മേ? അവര് വീട്ടിൽ പോയെന്ന് കരുതി പണം കിട്ടണമെന്നുണ്ടോ? നീ ആ പണം പുറത്തെവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ? ഇല്ല, ആ കാശ് വീട്ടിൽ തന്നെ ഉള്ളത്. എന്താടേ പറയുന്നേ? കാശ് രാത്രി പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് ഇന്നലെ നിന്നോട് പറഞ്ഞല്ലേ? ഇന്ന് അതിരാവിലെ ഞാൻ കാശും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാ. ആ സമയം അച്ഛൻ പുറത്ത് വാക്കിംഗ് ചെയ്തോണ്ടിരിക്കായിരുന്നു.
അച്ഛന്റെ കണ്ണ് വെട്ടിച്ച് പുറത്തു പോകാൻ പറ്റാത്തോണ്ട് ഞാൻ കാശ് വീട്ടിൽ തന്നെ വെച്ചു. എന്ത് പണിയാ കാണിച്ചു വെച്ചിരിക്കുന്നത്? വീട്ടിലേക്ക് പോയ വസുവേടത്തി പണം കണ്ടുപിടിച്ചാ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? അതാണ് ഞാൻ ഇത്ര ടെൻഷൻ ആവുന്നത്. എന്നാ രാവിലെ ഈ കാര്യം ഞങ്ങളോട് പറയായിരുന്നില്ലേ? എന്തെങ്കിലും ഒന്ന് ചെയ്യായിരുന്നല്ലോ. ഇനി എന്താ ചെയ്യാ ആന്റി? ഒരു കാര്യം ചെയ്യാടാ, വസു എത്തുന്നതിന് മുന്നേ നീ വീട്ടിലെത്തണം. ആ കാശ് കൊണ്ടുപോയി കാവേരിക്ക് കൊടുക്ക്. നമ്മൾ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് അവര് തിരിച്ചു തരും. യെസ് അഖിൽ, ഉടനെ നീ പോ, പെട്ടെന്ന് പോ. ഈശ്വര, അഖിൽ എത്തുന്നത് വരെ വീട്ടിലിരിക്കുന്ന കാശ് വസു കാണരുതേ ദൈവമേ. ഈശ്വര. അമ്മ വന്നല്ലോ. എന്താ മോളെ നീ ഒറ്റയ്ക്ക് വന്നത്? അഭിയന്തിയെ? അത് അച്ഛാ. എന്ത് പറ്റി വസു? ഷോപ്പിംഗ് കഴിഞ്ഞില്ലേ? ഷോപ്പിംഗ് കഴിഞ്ഞു അമ്മേ. അപ്പൊ മറ്റുള്ളവരൊക്കെ എവിടെ? അവരൊക്കെ ഷോപ്പിൽ തന്നെ ഉണ്ട് അച്ഛാ. എന്താ ഉണ്ടായത് വസു? അവര് മാത്രം ഷോപ്പിലാണെന്ന് പറഞ്ഞ എന്താ അർത്ഥം? അപ്പോ നീ തനിയെ വീട്ടിലേക്ക് വന്നത് എന്താ? അത് പിന്നെ അമ്മേ, അത് പണിയിരുന്ന ബാഗും ആഭരണങ്ങളും ഒക്കെ നമുക്ക് വാങ്ങണ്ടേ അമ്മേ? അത് ഷോപ്പിലെ ആള് ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അതെടുക്കാൻ വേണ്ടി വന്നതാ അമ്മേ. അങ്ങനെയാണോ? ഞാൻ വേറെ എന്തൊക്കെയാണെന്ന് വിചാരിച്ച് പേടിച്ചു പോയി. പെട്ടെന്ന് കൊണ്ട് ചെല്ലുമോളെ. മുത്തശ്ശി, ഞാൻ ചെയ്ത വീഡിയോസ് ഒക്കെ നോക്കും മുത്തശ്ശി. ഈ വീഡിയോസ് ഒക്കെ ഞാൻ അമ്മയെ കാണിക്കട്ടെ? കാണിക്കേ. അമ്മേ, ബാഗിലുണ്ടായിരുന്ന പണം എവിടെ പോയി? ആരാ അത് എടുത്തത്? ഞാൻ വീട്ടിൽ പോയി 1 മണിക്കൂറിനകം തിരിച്ചെത്താം. തിരിച്ചു വരുമോ അതോ ആ വഴിക്ക് തന്നെ ആഭരണമായിട്ട് പോവോ? ആ ആഭരണങ്ങളെക്കാൾ വിലമതിക്കുന്ന ആൾക്കാരെ വിട്ടിട്ടാ ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് പോകുന്നത്. ഈ കാര്യം അച്ഛനും അമ്മയും അറിഞ്ഞാ അവര് വല്ലാതെ വിഷമിക്കും. അവരറിയാതെ ഈ പണം എവിടെ പോയിന്ന് അന്വേഷിക്കണം. അമ്മേ, അമ്മേ, ഞാൻ ചെയ്ത വീഡിയോസ് ഒക്കെ നോക്കിയേ. പിന്നെ നോക്കാം ഉണ്ണി. പ്ലീസ് ഒന്ന് നോക്കമ്മേ. മുത്തശ്ശനും മുത്തശ്ശിക്കും ഇത് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് ബിസിയാണ് മോനെ, നീ ഒന്ന് മാറി നിൽക്ക്. ഒരേ ഒരു തവണ ഒന്ന് നോക്കമ്മേ. നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? നോക്കമ്മേ, എനിക്ക് വേണ്ടി നോക്ക്. നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവാത്തെ? എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? പോ. സോറി ഉണ്ണി. എന്ത് പറ്റി മോളെ? എന്തിനാ ഉണ്ണിയോട് ദേഷ്യപ്പെടുന്നേ? പാൻ കാർഡും ആധാർ കാർഡും ഒക്കെ കിട്ടിയോ വസു? ഇല്ലമ്മേ, അതാ ഞാൻ തെരഞ്ഞോണ്ടിരിക്കുന്നേ. സോറി അമ്മേ, അമ്മ ടെൻഷനിലാണെന്നറിയാതെയാ ഞാൻ വന്ന് സംസാരിച്ചത്. ഉണ്ണിയും കൊണ്ട് ഞങ്ങൾ പാർക്കിലേക്ക് പോവാ. മോളുടെ ജോലി നടക്കട്ടെ. വാ മോനെ. വാ ഉണ്ണി. ആവശ്യമില്ലാതെ ഞാൻ ഉണ്ണി ഒരുപാട് വഴക്ക് പറഞ്ഞു. ഉണ്ണി ഫോൺ എടുക്കാൻ മറന്നുപോയെന്നാ തോന്നുന്നേ.
അപ്പൊ പണം എടുത്ത് മാറ്റിയത് അഖിലും കാർത്തികയായിരുന്നോ? അപ്പൊ രാത്രി ഞാൻ റൂമിൽ കണ്ട നിഴല് അഖിലിന്റെയും കാർത്തികയുടേതായിരുന്നു. അമ്മേ ഫോണ്. ഒരുപാട് നന്ദിയുണ്ട് ഉണ്ണി. താങ്ക്സ് എന്തിനാ അമ്മേ? വെറുതെ പൊയ്ക്കോ.